മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മളുടെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ഈ പാഠഭാഗമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവണം അല്ലെ. അപ്പൊ ഇതൊരു നോവൽ ഭാഗമാണ്. നമ്മൾ കഥ പഠിച്ചു, നാടകം പഠിച്ചു, കവിത പഠിച്ചു. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഒരു നോവൽ ഭാഗമാണ്. സാറ തോമസ് എന്ന് പറയുന്ന മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരികളിൽ ഒരാളായിട്ടുള്ള സാറ തോമസ് എഴുതിയിരിക്കുന്ന ഒരു നോവലാണ് മുറിപ്പാടുകൾ എന്നാണ് ഈ നോവലിന്റെ പേര്. എന്താണ്? മുറിപ്പാടുകൾ. ഓക്കെ, മുറിപ്പാടുകൾ എന്നാണ് ഈ നോവലിന്റെ പേര്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്. അപ്പോൾ പല പാഠഭാഗങ്ങളും അല്ലെ, നമുക്കിപ്പോൾ ഒരുപാട് തരത്തിലുള്ള പാഠഭാഗങ്ങൾ മലയാളം പോലൊരു ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷ നമ്മൾ പഠിക്കുന്ന സമയത്ത് A+കൾ വാങ്ങുക അല്ലെ, അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ ഒരു കഥാപാത്ര നിരൂപണമായിരിക്കാം ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു കഥാപാത്ര നിരൂപണം എഴുതാൻ വേണ്ടി മാത്രമല്ല നമ്മൾ സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പാഠഭാഗങ്ങൾ ഈ കഥയായാലും നോവലായാലും ഒക്കെ നമ്മൾ വായിക്കേണ്ടത് അല്ലെ. അപ്പോൾ നമുക്ക് ഓരോ പാഠഭാഗങ്ങളും നമുക്ക് ഉൾപ്പെടുത്തിയതിന് പിന്നീട് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. കുറെ കൂടെ മൂല്യബോധങ്ങളുള്ള, ചിന്തകളുള്ള അല്ലെ, വിശാലമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളായി കൂടെ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്. അല്ലാതെ വെറുതെ കുറെ പാഠഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി തരികയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു കഥാപാത്രം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഠമായിട്ട് അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് മാത്രം എന്ത് ചെയ്യരുത്, നമ്മൾ ഈ ഒരു പാഠഭാഗത്തെ കാണരുത്. അപ്പോൾ ഈ ഒരു നോവലിലുള്ള വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് ജോസ് എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ജോസ് ആണ് ഈ ഒരു നോവലിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7 മാർക്കിനപ്പുറത്തേക്ക് ഈ ജോസിനെ നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിതത്തിൽ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. SSLC അതിൻ്റെ പ്രാധാന്യം അല്ലെ, അതിനെ നിരന്തരം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മുടെ സ്കൂളിലത്തെ ടീച്ചർമാരായിക്കോട്ടെ, ഇവിടെയുള്ള ടീച്ചർമാരായിക്കോട്ടെ അല്ലെ. ഞാൻ സത്യം പറയാലോ, ടീച്ചറൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർക്ക് ഭയങ്കരമായിട്ട് എന്താണ് അലോസരം ഉണ്ടാക്കിയിരുന്ന ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു ഈ ഉപദേശം എന്ന് പറയുന്ന സാധനം അല്ലെ. അപ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടമുണ്ടാവില്ല. എനിക്കറിയാം, പലപ്പോഴും ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഉപദേശങ്ങൾ പറയുന്ന സമയത്ത് പലപ്പോഴും പല കുഞ്ഞുങ്ങൾക്ക് എന്താണ് അതങ്ങ് ദഹിക്കാറില്ലാത്തത് അവരുടെ മുഖത്ത് വളരെ വ്യക്തമായ രീതിയിൽ എന്ത് ചെയ്യുന്നു നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ആ നിരന്തരം അത് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളെ അത് എപ്പോഴും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം അല്ലേ. നമ്മളൊന്ന് വീക്കായി പോകുമ്പോൾ നോ അല്ലേ, പഠിക്കണം അല്ലേ, പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ എപ്പോഴും എന്താണ് ആ പുറകെ നടന്ന് നിങ്ങളുടെ ഭാഷയിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും അല്ലേ. അതിൻ്റെ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ നമ്മൾ അല്ലേ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളടാ നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ അല്ലേ, നമ്മളിപ്പോൾ പല ജീവിത സാഹചര്യങ്ങളിലുള്ള ആളുകളായിരിക്കാം അല്ലെ, പല എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. ചിലപ്പോൾ പലപ്പോഴും എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ സ്വന്തമാക്കാൻ അല്ലേ, അത് വേണമെന്ന് വാശി പിടിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. ടീച്ചറുടെ ഒക്കെ ബാല്യകാലത്തിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലേ, അപ്പോൾ ഒരു സാധാരണ അല്ലെ കുടുംബത്തിലൊക്കെയുള്ള കുഞ്ഞുങ്ങൾ നമ്മളൊക്കെ വളർന്നു വരുന്ന കാലം അങ്ങനെയാണ് അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അല്ലെ. നമുക്കത് അറിയാം അല്ലെ, നമുക്ക് എന്ത് അഫോർഡബിൾ ആണ് എന്ത് അഫോർഡബിൾ അല്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പോൾ നമുക്കതൊക്കെ സാധ്യമാവണമെങ്കിൽ അല്ലെ, നമുക്ക് ഭംഗിയിലുള്ള ഒരു ജീവിതമൊക്കെ നമുക്ക് കെട്ടിപ്പടുത്തി അല്ലെ, നമുക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മളുടെ കയ്യിൽ അടിപൊളി ഒരു ജോലി ഉണ്ടാവണം അല്ലേ. അപ്പോൾ വെറുതെ ഇനിയുള്ള കാലത്ത് നമുക്ക് ജോലിയൊക്കെ കിട്ടുമോ? അതിന് നല്ല ക്വാളിഫിക്കേഷൻ, നല്ല വിദ്യാഭ്യാസം ഒക്കെ ആവശ്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ SSLC ആണ് അല്ലേ. അപ്പോൾ അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹയർ സെക്കൻഡറിയിൽ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷമാണ് നമുക്ക് ഇഷ്ടമുള്ള എന്താ പറയുക പ്രൊഫഷണൽ കോഴ്സിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നതിന് ശേഷമാണ്. അപ്പോൾ SSLC എന്ന് പറയുന്നതാണ് അതിൻ്റെ അടിത്തറ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഈ പറയുന്ന ജോസ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു അനാഥനായിരുന്നു. അനാഥൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല. അപ്പോൾ ആ പാട്ടൊക്കെ നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന പാട്ടാണ് അല്ലേ. അപ്പോൾ അനാഥത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആരും അത് അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ അല്ലേ നമ്മൾ അനുഭവിക്കാത്തതൊക്കെ എന്താണ്, നമുക്ക് അതിൻ്റെ തീവ്രമായ അർത്ഥത്തിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്ന അല്ലേ, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാത്രത്തിൽ ചോറ് അല്ലേ നിറയാറുണ്ട്, കുപ്പിയിൽ വെള്ളം നിറയാറുണ്ട്. ഇതൊന്നും നമ്മൾ ഓങ്ക്രീം കുട്ടിച്ചാത്തന്നെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ
മാന്ത്രിക വടി ചുറ്റിയിട്ടൊന്നും അല്ല സംഭവിക്കുന്നത് അല്ലെ. എങ്ങനെ സംഭവിക്കുന്നതാണ്? ഏറ്റവും ഇഷ്ടമുള്ള നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടിയുണ്ട്. നമ്മളുടെ നല്ല വസ്ത്രങ്ങളൊക്കെ പുറകില്, നമ്മുടെ നല്ല അല്ലെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കി തരുന്നതിന്റെ പുറകില്, നമ്മളുടെ കവറിട്ട പുസ്തകങ്ങൾക്ക് പുറകില് അല്ലെ, നമുക്ക് നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്നതിന്റെ പുറകില്, നമുക്കൊന്ന് സങ്കടമാകുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന കൈകളിലൊക്കെ എന്താണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ. നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, നമ്മുടെ പാരൻസ് ഉണ്ടാവും, നമ്മുടെ കസിൻസ് ഉണ്ടാവും, നമ്മുടെ സിബ്ലിങ്സ് ഉണ്ടാവും. ഇതൊക്കെ എന്താണ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ്. ഇവരൊന്നും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റൂല അല്ലെ. അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു പറ്റും കുഞ്ഞുങ്ങളും നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ചുറ്റും ഉണ്ട് അല്ലെ. നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള മനുഷ്യരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള അനാഥനാക്കപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട എന്താ പറയുക ബാല്യകാലത്തിൽ അല്ലെ ജീവിക്കേണ്ടി വന്ന, അനാഥത്വത്തിൽ ജീവിക്കേണ്ടി വന്ന ഒരു കുഞ്ഞാണ് ജോസ് എന്ന് പറയുന്നത്. ജോസിനെ പോലെ അനേകം കുഞ്ഞുങ്ങൾ എന്താണ് അവൻ വളരുന്ന അനാഥാലയത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ 5 വയസ്സ് വരെ ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ഒരു അനാഥാലയത്തിലാണ് നമ്മുടെ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം വളരുന്നത്. പിന്നീട് ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഓഫനേജിലേക്ക് എന്ത് ചെയ്യാണ് അവൻ മാറി താമസിക്കുകയാണ്. അപ്പൊ അവിടുന്ന് പീറ്റർ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ അല്ലെ മറ്റനേകം സുഹൃത്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടുന്ന് ജോസ് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്റെ എല്ലാ ഇല്ലായ്മകളെയും, ടീച്ചർ നേരത്തെ പറഞ്ഞ മാന്ത്രിക വടിയും അല്ലെ മന്ത്രവിദ്യയൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള എന്തെന്ന് പറയുന്നത് വഴി എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ജോസും എന്ത് ചെയ്തു, നന്നായിട്ട് മിടുക്കനായിട്ട് തന്റെ സാഹചര്യങ്ങളൊക്കെ മാറണം അല്ലെ. ഇല്ലെങ്കിൽ ആ അനാഥാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഏത് ലേബൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അനാഥൻ എന്നുള്ള ലേബൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനൊക്കെ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല ജോലി ഉണ്ടാവണം അല്ലെ, നല്ല ഉദ്യോഗം ലഭിക്കണം, നല്ല മാർക്കിൽ പാസ്സാവണം എന്നൊക്കെ ആർക്ക് ബോധ്യം ഉണ്ടായിരുന്നു. ആ ചെറിയ പ്രായത്തിൽ തന്നെ ജോസിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ജോസ് എന്ത് ചെയ്യുന്നത്, കഷ്ടപ്പെട്ട് പഠിക്കുകയായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു നോവലിൻ്റെ പേര് എന്താണ്, മുറിപ്പാടുകൾ എന്നാണ് ഈ നോവലിൻ്റെ പേര്. ഓൾറെഡി ടീച്ചർ പറഞ്ഞു. ആരാ എഴുതിയത്? സാറാ തോമസ് ആണ് ഈ ഒരു നോവൽ എഴുതിയത്. നമുക്ക് സാറാ തോമസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്. 1934 ജനിച്ചിരിക്കുന്നത്. ജീവിതം എന്ന നദി എന്നായിരുന്നു അവരുടെ 34-ാം വയസ്സിലാണ് അവരുടെ ആദ്യ നോവൽ പുറത്തിറക്കി. 2023 മാർച്ച് 31 എന്ത് ചെയ്തത് അവര് മരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മലയാളത്തിൽ ഒരുപാട് കൃതികൾ, ഒരുപാട് സാഹിത്യകൃതികൾ അവർ എഴുതിയിട്ടുണ്ട്. 1-2 പുസ്തകം ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് മക്കളെ കാണിക്കാൻ. അതായത് ഈ 2 കൃതികൾ ആരുടെയാണ്? സാറാ തോമസിന്റെ കൃതികളാണ്. ഇപ്പൊ വെള്ളിരേഖകൾ സാറാ തോമസിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ്. അസാധാരണമായ ഹൃദയബന്ധങ്ങളെ ആവിഷ്കരിക്കുന്ന നോവലുകളുടെ സമാഹാരമാണിത്. അപ്പൊ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ അല്ലെ പെൺമനസ്സുകൾ എന്ന് പറയുന്നത് കഥകളുടെ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു കൃതി തന്നെയാണ് പെൺമനസ്സുകൾ എന്ന് പറയുന്ന കൃതിയും. ഇതൊരു നോവലാണ്. അപ്പൊ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കൃതികൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം ടീച്ചർ കാണിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത്, ടീച്ചർ ഇത് ലൈബ്രറിയിൽ പോയിട്ട് എടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ അല്ലാതെ ഗ്രാമീണ ഗ്രന്ഥശാലകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പുറത്തൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഗ്രന്ഥശാലയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു എഴുത്തുകാരുടെ മറ്റൊരു കൃതി കൂടെ, ചിലപ്പോൾ ഒരു കഥയായിരിക്കാം, ഒരു നോവലായിരിക്കാം, ഒന്ന് അല്ലെ നിങ്ങൾ ഒഴിവ് സമയത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുക്കുക അല്ലെ. അവരുടെ എഴുത്ത് രീതിയൊക്കെ ഒന്ന് പരിചയപ്പെടാനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല പുതിയൊരു വാർത്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി വായനയ്ക്കും എന്താണ് ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ വായിക്കുക എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, നമ്മളുടെ ഒരു അല്ലെ ശീലം ആക്കി നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കൃതികൾ ടീച്ചർ പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ മലയാളത്തിൽ ഒരുപാട് അല്ലെ കൃതികൾ ആരെഴുതിയിട്ടുണ്ട്? സാറാ തോമസ് എഴുതിയിട്ടുണ്ട്. ഇനി ഇതേ പേരുള്ള അല്ലെങ്കിൽ സാറാ ജോസഫ് എന്നുള്ള പേരുള്ള ഒരു എഴുത്തുകാരിനെ ഓൾറെഡി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ കേരള പാഠാവലിയിൽ മലയാളത്തിൽ തന്നെ എന്താണ് സാറാ ജോസഫ് എന്ന് പറയുന്ന മറ്റൊരു വളരെ ശക്തയായിട്ടുള്ള അല്ലെ സ്ത്രീപക്ഷ രചനകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് സാറാ ജോസഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേരള പാഠാവലിയിൽ ആദി എന്ന് പറയുന്ന ഒരു നോവലുള്ള ഭാഗം നിങ്ങൾ മേ ബി പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. സ്കൂളിൽ എടുത്തോ? നിങ്ങൾക്ക് കമന്റ് ചെയ്യണേ എടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 പ്രധാനപ്പെട്ട എഴുത്തുകാരികളാണ് സാറാ തോമസ്, സാറാ ജോസഫ്. അങ്ങനെ ഒരേ പേരിലെ 2 എഴുത്തുകാരികളെ നമ്മൾ പരിചയപ്പെടുകയാണ്. അപ്പൊ ആനന്ദാശ്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആനന്ദാശ്രു എന്ന് പറഞ്ഞാൽ എന്താണ്? ആനന്ദം കൊണ്ടുണ്ടാവുന്ന അശ്രു കണ്ണുനീരാണ് അല്ലെ. അപ്പൊ ആ സന്തോഷത്തിന്റെ കണ്ണുനീരിന്റെ കാരണമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അനാഥനായിട്ടുള്ള ജോസിന്റെ കഥയാണ് സാറാ തോമസ് ഈ ഒരു കൃതിയിലൂടെ എന്ത് ചെയ്യുന്നത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അവൻ്റെ സൽസ്വഭാവിയായിരുന്നു, പഠിക്കാൻ നല്ല മിടുക്കനായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു നമ്മളുടെ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച അല്ലെ, അവൻ കടന്നു പോകുന്ന വഴികൾ, അവൻ നേരിടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ അല്ലെ, കടന്നു പോകുന്ന വഴികൾ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു നോവലിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഒരുപാട് കുട്ടികൾ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ അനാഥാലയത്തിൽ ഉണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞു 5 വയസ്സ് വരെ എന്താണ് ഒരു സിസ്റ്ററാണ് അവനെ വളർത്തുന്നത്.
അമ്മയെ പോലെ കരുതൽ നൽകിയിരുന്ന ഒരു സിസ്റ്ററാണ്. ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന അനാഥാലയത്തിലാണ്. പിന്നീട് അവിടുന്ന് എന്ത് ചെയ്യാണ്, അവര് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അനാഥാലയത്തിലേക്ക് മാറുകയാണ്. 100-ലധികം കുട്ടികൾ ഉണ്ടായിരുന്ന ഒരു അനാഥാലയത്തിൽ അല്ലെ, ഈ എന്താ പറയുക, മണിമുഴക്കം ഈ ബെല്ലിനനുസരിച്ചാണ്. ഇപ്പൊ ഫുഡ് കഴിക്കാൻ ബെല്ല് വേണം, അല്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ ബെല്ലുണ്ട്, ഉറങ്ങാൻ ബെല്ലുണ്ട്. അപ്പൊ ഇങ്ങനെ ആ മണിമുഴക്കത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ജീവിതം അവിടെ മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ ആ പേരിൽ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, പി എ ബക്കർ എന്ന് പറയുന്ന സംവിധായകൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നോവലിനെ, മുറിപ്പാടുകൾ എന്ന് പറയുന്ന നോവലിനെ മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയാക്കി പിന്നീട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു നോവലാണ് അല്ലെങ്കിൽ പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ്. അപ്പോൾ ഒരുപാട് കൃതികൾ ആരെഴുതിയിട്ടുണ്ട്, സാറാ തോമസ് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിനിമ 1977 പി എ ബക്കർ മണിമുഴക്കം എന്ന സിനിമയാക്കി മാറ്റിയിട്ടുള്ളത്. ദേശീയ സംസ്ഥാന തലങ്ങളിൽ എന്താണ് പുരസ്കാരം നേടിയിട്ടുള്ള സിനിമയാണ്. ഇതിനു പുറമെ അസ്തമയം, പവിഴമുത്ത്, അർച്ചന എന്ന് പറയുന്ന നോവലുകളൊക്കെ, സാറാ തോമസിന്റെ നോവലുകളും എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമയ്ക്ക് അല്ലെ ചലച്ചിത്രത്തിന് പ്രമേയമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളുടെ പാഠഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള കഥാപാത്രങ്ങൾ, ഒന്ന് ജോസ് ആണ് കേന്ദ്ര കഥാപാത്രം, പിന്നെ സിസ്റ്റർ തെരേസ, ഫാദർ ഫ്രാൻസിസ്, ഫാദർ ജോസഫ്, ഇത്രയും പേരാണ് നമ്മളുടെ ജോസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവരുടെ ജീവിതത്തിലേക്ക് മുൻപോട്ട് നയിക്കുന്നത്. പിന്നെ പീച്ചർ എന്ന് പറയുന്ന സുഹൃത്ത്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ പാഠഭാഗത്ത് അല്ലെ, നമ്മുടെ ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന പാഠഭാഗത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഭയങ്കര രസമുള്ള, നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ്. ഓൾറെഡി ഇതെന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ടീച്ചർ പറഞ്ഞു അല്ലെ. ഒന്ന് ഏതാണ്, കഥാപാത്ര നിരൂപണം തന്നെയാണ്. അപ്പൊ ഇത്രയും കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കണം. അപ്പോൾ അല്ലെ ടീച്ചർ പറഞ്ഞതുപോലെ SSLCയുടെ പ്രാധാന്യം, നമ്മൾ പഠിക്കേണ്ട പ്രാധാന്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇനിയും അല്ലെ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ അല്ലെ നമ്മൾ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോകും അല്ലെ. അപ്പൊ അതിനുള്ള അവസരങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കരുത്. അടുത്ത ക്രിസ്മസ് എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ഈ പാഠങ്ങളൊക്കെയാണ് ക്രിസ്മസ് എക്സാമിന് നമുക്ക് ചോദിക്കുക അല്ലെ. അടിപൊളിയായിട്ട് നമുക്ക് അതൊക്കെ പഠിച്ചെടുക്കണം. അപ്പൊ ഇനിയും നമ്മുടെ ആപ്പ് ഒന്നും പർച്ചേസ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെ, കൃത്യമായിട്ട് പഠിച്ച്, അപ്പൊ നമുക്ക് പലപ്പോഴും ഒരു സപ്പോർട്ടൊക്കെ ആയിരിക്കും നമുക്ക് ആവശ്യമുണ്ടാവുക. നമ്മുടെ കൂടെ ഇരുന്ന് അല്ലെ, ഇന്നത് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി മടിയൊക്കെയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൈലം നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ വേഗം തന്നെ എന്ത് ചെയ്യുക, അപ്പോൾ അത്തരം സപ്പോർട്ടുകൾ ആവശ്യമുള്ള ആളുകൾ നമ്മളുടെ ബാച്ച് പർച്ചേസ് ചെയ്യുക. നമുക്ക് ലൈവ് അല്ലെ റെക്കോർഡർ ക്ലാസ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഒരുപാട് എന്താണ് മെറ്റീരിയൽ, ഇപ്പോൾ സൈലത്തിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം മെറ്റീരിയലുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും അല്ലെ. അപ്പോൾ ഈ നേരത്തെ കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡറായിട്ട് ആപ്പിൽ നമുക്ക് ഒരുപാട് അല്ലെ ഈ പറയുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ, ആ ട്രാക്കിലേക്ക് കയറിയിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക മക്കളെ, പഠിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായമൊക്കെ മക്കളെ കമന്റ് ചെയ്യുക. ഇനി ഏതാണ് ചാപ്റ്റർ വേണ്ടത്, അല്ലെങ്കിൽ ഈ പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻസോ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി വേണോ എന്നൊക്കെ ഉള്ളത് മക്കൾ കമന്റ് ചെയ്യണം. നല്ല ടീച്ചർ അറിയുള്ളൂ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ടിരിക്കുക. ബൈ.